ഞാനിന്ന് നിങ്ങളെ മിക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഹൈപ്പർ ഷിഫ്റ്റിലെ ഡാർക്ക് ഗ്രീൻ പർപ്പിൾ എന്ന പിഗ്മെന്റ് ആണ്. പിഗ്മെന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയൊരു ഡാർക്ക് ഗ്രീൻ പർപ്പിൾ ഷെയ്ഡിലോട്ട് ഷിഫ്റ്റ് ആകുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. മാസ്ക് വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പിഗ്മെന്റ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു മാസ്ക് വെക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ കേരളത്തിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ടൈപ്പ് പെയിൻസ് ആയിരുന്നു ഹൈപ്പർ ഷിഫ്റ്റും അൾട്രാ ഷിഫ്റ്റേഴ്സും. ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണെങ്കിലും ഈ പെയിൻസിനെ പറ്റി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ പെയിൻസ് കാണുമ്പോഴത്തേക്കും കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, MVD പിടിക്കുമോ ഇത് അടിച്ചാൽ? അതിനുള്ള ഉത്തരം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നമ്മൾ പിഗ്മെന്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൺലൈറ്റിലോട്ട് വെച്ചിട്ട് ഇതിന്റെ ആംഗിളും ഫേസും എങ്ങനെയാ കളർ ഷിഫ്റ്റ് ആകുന്നത് നോക്കാം. ആംഗിളിൽ പർപ്പിൾ കളറും ഫേസിൽ ഗ്രീൻ കളറുമാണ് കാണിക്കുന്നത്. ചെറിയൊരു ഡാർക്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് 10K ഗോൾഡ്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്ന കാറിന്റെ അലോയ്സിനും ബൈക്കിന്റെ ഫ്രണ്ട് ഫോർക്കിനും ഒക്കെയാണ്. ഡാർക്ക് ഗ്രീൻ പർപ്പിൾ പോലെ തന്നെ വേറൊരു ഹൈപ്പർ ഷിഫ്റ്റും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് റെഡിഷ് പർപ്പിൾ ബ്ലൂ. അപ്പൊ ഇത് കൂടുതൽ വെറൈറ്റി കളേഴ്സിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് നമുക്ക് DM ചെയ്തു. ഹൈപ്പർ ഷിഫ്റ്റും അൾട്രാ ഷിഫ്റ്റേഴ്സും പിഗ്മെന്റിനെ പറ്റിയും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചു. നമ്മൾ പെയിന്റ് മിക്സിംഗ് മാത്രമല്ല, മിക്സിംഗ് പഠിപ്പിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതെന്റെ പുതിയ സ്റ്റുഡന്റ് ചെയ്ത് പഠിച്ചതാണ്. ആള് വന്നിട്ട് 1.5 മാസം ആവുന്നതേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ പുള്ളി പഠിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യാറായപ്പോഴത്തേന് നല്ല മഴയായിരുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.